ആരാ വന്നത്? മൂത്തവൾ എന്തിയെ? എന്തെടുക്കുന്ന? അളിയനൊക്കെ എന്തിയെ? പുള്ളിക്കാരൻ തോട്ടത്തിൽ പോയെന്നെ. പുള്ളിക്കാരൻ തോട്ടത്തിൽ പോയ എന്ത് പണി? ചേട്ടന് വെണ്ടയ്ക്കയുടെ കൃഷിയാ. അപ്പൊ വെണ്ടയ്ക്കയുടെ വിളവെടുക്കാൻ പോയേക്കോ. വെണ്ടയ്ക്ക മൂത്ത മോൾ അവിടെ പോയി. അവള് വിളക്ക് കത്തിച്ചിട്ട് പോയി. ഞാൻ ഒന്ന് വിളിക്കവേ. മീനുമോളെ, മീനുമോളെ. മോളൊന്നും അങ്ങനെ നിക്കണ്ട. മോളെന്താ ക്ഷീണിച്ചു പോയല്ലോ? മോള് ക്ഷീണിച്ച് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. മാമിയൊക്കെ വീട്ടിലുണ്ട് മോളെ. ഇവളിപ്പൊ ഫുൾ ടൈം പഠിത്തമാണ് ചേട്ടാ. 24 മണിക്കൂർ പുസ്തകത്തില. ഞാൻ പറയും കുറച്ചേരം ഫോണൊക്കെ നോക്കടിന്ന്. ഇവള് നോക്കത്തില്ല. പക്ഷെ ഇവള് തിരിച്ചാണേ. ഇവള് 24 മണിക്കൂർ മൊബൈലില്ല. ഇളയവളെവിടെ പോയി? അവളെ വിളിക്കാം. അവളെ ഫോണിനകത്തായിരിക്കും. വിളിക്കാം. ഇടീ ഇടീ. ഫോണിനകത്ത് തന്നെയാണോ? അവള് 24 മണിക്കൂർ ഫോണിലായിട്ട്. ഞാൻ വിളിക്കാം. ഇടീ ഒന്ന് വരുമോ നിങ്ങിട്ട്? ഇത് മാമ വന്നേക്കുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു ചേട്ടാ. വാട്സാപ്പ് അമ്മ എന്തിനാ വിളിച്ചത്? ഞാൻ റീൽ എടുക്കുവായിരുന്നു. ഞാൻ പാണ്ടിടുക അമ്മ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലെന്ന്. റീൽ എടുക്കാൻ പോലും സമ്മതിക്കില്ല. ഇതെന്താ കുട്ടി? കുട്ടിക്ക് ഫോണിനകത്ത് തന്നെ ഉള്ളോ? വേണ്ട മോളെ, റീൽസ് ഒന്നും വേണ്ട. വേണ്ട, ചായ ഒന്നും വേണ്ട. നീ ഒരുപാട് ക്ഷീണിച്ചല്ലോ. എന്താണ്? ഫോണിൽ തന്നെ ഇരുന്നാൽ അങ്ങനെയാവും. എപ്പോഴും അവൾ അങ്ങനെയാ മാമ. അതാണ് അവൾക്ക് ഇത്ര. പക്ഷെ എന്റെ ഇവിടെ തിരിച്ചു കാട്ടാ. ഇവളെപ്പോഴും തിരിച്ച് ഇവള് ഫോണേന്നുള്ളൂ. ഞാനാ ചിലപ്പോ പറഞ്ഞിട്ട് നീ ഒരു റീൽസ് ഒക്കെ എടുത്ത് ചുമ്മാ ഇരിക്കല്ലേ പരീക്ഷയൊക്കെ കഴിഞ്ഞ്. മോള് ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടോ? മാമ ഞാനിപ്പോ IAS എഴുതിയിട്ടുണ്ട്. കിട്ടുവോ? ചേട്ടാ അവൾക്ക് കിട്ടാവുന്ന ഇരിക്കില്ല. നല്ല പഠിത്തമായിരുന്നു. അയ്യോ ഇവിടെ എല്ലാ ദിവസം പറയുന്നത് ഇവളെ പറ്റി മാത്രമാണ്. ഇളയവളുടെ അടുത്ത് ഒന്നും IAS എഴുതണ്ട. നീറ്റ് വല്ല എഴുതി എടുത്തൂടെ ഇവൾക്ക്? ഫോണിൽ തന്നെ ആയിരിക്കും. ഇപ്പഴത്തെ പിള്ളേരെല്ലാം എങ്ങനെയാ? എല്ലാവരും പറഞ്ഞു ഇവള് മാത്രം 90s കിഡ് ആയി പോയെന്നോ. അത് ഫോൺ തന്നെയാണ് അപകടവും. അതെ എന്ത് ചെയ്യാനാ? നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ തന്നെ ഫോണിൽ തന്നെ അഡിക്റ്റ് ആണ്. മാമന് ചായ എടുക്കട്ടെ? മാമൻ ചായ കുടിച്ചില്ലല്ലോ. ഞാൻ ചായ എടുക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കും അമ്മ. വേണ്ട അല്ല മാമ ചായ വേണ്ട. വേണ്ട അമ്മ പറയില്ലേ മാമ. ഞാൻ ചായ വേണ്ട മോളോ, ഇരുന്നോ. അവള് ചായ എടുക്കട്ടെ. മാത്രം ചോദിക്കുന്ന ഇളയവള് അവള് ചായ കുടിച്ചോ ചോദിച്ചു പോയില്ലേ. അടുക്കള സഹായിക്കുന്നവളാ. അതെയോ? മോളായി പോയില്ല. എന്തിനും പറയാൻ പറ്റും. 24 മണിക്കൂർ ഫോണിൽ അതെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അത് തന്നെ. ഫോണിന് അഡിക്റ്റ് ആയിട്ടാണ് ഇപ്പോഴെന്തെല്ലാം അപകടങ്ങളാണ് വരുന്നത്. പറയാൻ പറ്റൂല ചേട്ടാ. പറഞ്ഞ 24 തറുതലയാ തിരിച്ചു പറയുന്നത്. പറയാൻ പോലും വേണ്ടായിരുന്നു മോളെ. ചായ എനിക്ക് വേണ്ടായിരുന്നു. കുടിക്ക് ചേട്ടാ. അവളെ സ്നേഹത്തോടെ അമ്മ ചായ ആരാ ഇട്ടത്? മോളാണോ? അവള് ചായ ചേട്ടാ. ഇവൾ ഇവിടുത്തെ ഫുഡൊക്കെ ഇവളെല്ലാം ഉണ്ടാക്കുന്ന ചായക്ക്. ഇളയവള് ചായ ഒന്നും ഇടൂലേ? അടുക്കള കീറിയ തന്നെ വലിയ കാര്യമൊന്നും ചേട്ടാ. അടുക്കളയിലും കേൾക്കും പറയാതിരിക്കുന്ന പോയിട്ട് സ്വന്തം മുറിയൊന്ന് തുടച്ചിട്ടൂടെ? കട്ടില് വിരിക്കാൻ തന്നെ അവള് പോണം. അതാണ് കുട്ടികളെ നിയന്ത്രിക്കേണ്ടുന്നത്. ഫോണിന് അഡിക്റ്റ് ആവുന്ന കുട്ടികളെല്ലാം അത് തന്നെ. പറയുന്നേട്ടാ എത്ര പറഞ്ഞറിയാം. അവിടെ നീ കുറച്ചേരം പഠിക്കടി, ഞാൻ ഹെൽപ്പ് ചെയ്യാടി.
എന്ത് ചെയ്യും മാമ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ. അതെ. മോന് ചായ മതിയോ? മതി മതി, വേണ്ട വേണ്ട. അമ്മ പിന്നെ ചേട്ടൻ കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? ആ, കഴിച്ചിട്ടിറങ്ങി, എല്ലാം കഴിച്ചിട്ടിറങ്ങിയത്. ഒന്നും വേണ്ട, ഇനി പോവാറായി, ഞാൻ ഇനി പോട്ടെ. ഓ, കുറച്ചൊരു ഇരുന്നിട്ട് മാമ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ. മാമ ഭക്ഷണം എടുക്കാൻ ഞാൻ. വേണ്ട മോളെ, ഭക്ഷണം ഒന്നും വേണ്ട. ഭക്ഷണം കഴിക്ക്. നല്ലപോലെ നോക്കുവോ? ഞാൻ എന്തിയാണ് നമ്മള് പറഞ്ഞാൽ കേൾക്കുവോ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാ? അത് വേണ്ട മോളെ, ഫോണിൽ എഡിറ്റ് ആവണ്ട, അതാണ് വേണ്ടുന്നത്. പിന്നെ ചേട്ടന്റെ മോള് നീറ്റൊക്കെ എഴുതിയെടുത്താ? ഇതൊക്കെ എഴുതിയെടുത്ത അവരൊക്കെ നല്ല കുട്ടിയാണ്, നല്ല മോളാണ്. പക്ഷെ നിങ്ങൾ ഇളയ കുട്ടിയെ നല്ലതുപോലെ നിയന്ത്രിക്കണം. ഫോണിന് അഡിക്റ്റ് ആവാൻ പാടില്ല, അതാണ് വേണ്ടുന്നത്. എന്ത് ചെയ്യാൻ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ ചേട്ടാ, പറഞ്ഞിട്ടേ കാര്യമില്ല. ഞാൻ പിന്നെ അവളോട് പറഞ്ഞെങ്ങും മടുത്തു. ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ആവട്ടെ, എനിക്കിനി വയ്യെന്ന്. അങ്ങനെയല്ല, ഇപ്പോഴത്തെ കാലത്ത് കുട്ടിയെ നല്ലതുപോലെ നോക്കണം, അതാണ് വേണ്ടുന്നത്. പിന്നെ ചേട്ടന്റെ മോൻ എന്നാ യുഎസിക്ക് വന്നേ? അടുത്ത മാസം പോകും, അതുകൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. കല്യാണമൊക്കെ നോക്കി കല്യാണമൊക്കെ നോക്കി തുടങ്ങി, അവൻ പോവാറായി, അതെല്ലാം പറയാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. മാമിക്ക് എന്താ കൊണ്ടുവരാനാ? രണ്ടുപേരും കൂടെ വരാൻ പറ്റത്തില്ല, എനിക്ക് സുഖമില്ല, അതുകൊണ്ട് അവര് വന്നില്ല, ഞാൻ തന്നെ ഇങ്ങോട്ട് പോയിരുന്നു. അമ്മയ്ക്ക് സുഖമാണ്. എനിക്ക് സുഖം തന്നെ. മാമ അടുത്ത വട്ടം വേണം മാമിയെ കൊണ്ടുവരാൻ. അവനെ കണ്ട് കൊറേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയ സമയമില്ല, ഈ പഠിത്തമൊക്കെ ആയിട്ട് അങ്ങ് നിൽക്കും. അതെ 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 അതെ. ഇവിടെ നിന്ന് ചേട്ടാ 1000 വട്ടം ഞാൻ തോന്നി പറയും നീ പോടി, മാമിനെ കണ്ടിട്ട് വാടി. പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഇരുന്നേ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് തോനെ പഠിക്കാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേരോ 90s ആയതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. ഇളകളെ കണ്ടോ, 20-ൽ ജനിച്ചത് തന്നെ വലിയതായി പോയി. ഇല്ല പോലോ ഫോൺ എപ്പോഴും പറയും മമ്മ ഞാൻ ഷോപ്പിങ്ങിന് പോട്ടെ, മമ്മ ഞാൻ കടയിൽ പോട്ടെ. മടുത്തു. ചേട്ടൻ വരുമ്പോ ചേട്ടനെ കാണിക്കാനായിട്ട് കുളിക്കും. അത് എപ്പോഴും ഉച്ചയ്ക്കാ കുളിക്കുന്ന പെണ്ണ്. അതെ അതെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോണിൽ ഇരുന്നാ കുളിക്കണ്ട, ആഹാരം കഴിക്കണ്ട, വൃത്തിയായിട്ടിരിക്കണ്ട, ബെഡുകൾ നോക്കണ്ട, മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, അവർക്ക് ഫോണിൽ തന്നെയാണ്. അവരാണെങ്കിൽ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത്. ഇനി എനിക്കൊരു പനി വന്ന് ഞാൻ ഇന്നലെ എഴുന്നേറ്റത്. ഇവളാണ് പണിയൊക്കെ ചെയ്തത്. അടിച്ചു തുടച്ചു, വീട്ടിലൊക്കെ അവളാ നോക്കണേ. ഇപ്പൊ പൈസ ഞാൻ ചോദിക്കുമ്പോ എടുത്തിന് കൈ കൊടുക്കും, അവൾ വീട്ടിലെല്ലാം നോക്കും, ഗ്യാസ് ഇതെല്ലാം അവളാ നോക്കുന്നത്. സാധനം വാങ്ങിക്കുന്നൊക്കെ അവളാ. ഇപ്പൊ ചേട്ടൻ പറയും ഓ ഇവളെങ്കിലും അവിടെ ഒരു ഭാഗ്യം, നമുക്കൊരു ഇതാന്ന് പറയും ഇപ്പോഴും. അതെ, കുട്ടിയെ നല്ലോണം ശ്രദ്ധിക്കുക, കുട്ടിക്ക് ഫോൺ കൊടുക്കരുത്. ഫോൺ കൊടുക്കുന്നത് ചേട്ടാ 20 വയസ്സായി, ഇനി ഫോൺ കൊടുത്തില്ലെങ്കിൽ പറയൂലേ എന്നെ വീട്ടിൽ പിടിച്ചിട്ടേക്കാണ്. അത് പറയട്ടെ മാമ, അവള് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ശരിയാവും. എവിടെ ശരി, ഇപ്പോഴത്തെ കാലം അങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുക, കുട്ടികൾ കേടാവുക. കുട്ടികളുടെ ഭാവി ശേഷം സുഖാണോ?